നമ്മുടെ ശരീരത്തിലത്തെ ഞരമ്പുകളൊക്കെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് എത്ര ദൂരം അല്ലെങ്കിൽ എത്ര നീളം ഉണ്ടാവും നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 8ലും 10ലും വെച്ച് ബയോളജി ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇത്. പക്ഷേ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പൊ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു 2 കിലോമീറ്റർ ഉണ്ടായിരിക്കും. ഒരു 10 കിലോമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? അല്ല, ചിലപ്പോൾ ഒരു 50 കിലോമീറ്റർ പോട്ടെ, മാക്സിമം ഒരു 100 കിലോമീറ്റർ ഉണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയൊരു കോമഡി എന്താ വെച്ചാൽ നമ്മുടെ ഭൂമിയുടെ ചുറ്റും ഒരു 2 തവണ ചുറ്റിയാലും അത് തീരില്ല. അത്രയ്ക്ക് നീളമുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിനുള്ളിലുള്ളത്. അതായത് ഈ ഉള്ള വെയിൻ എന്നൊക്കെ പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള വെയിൻസ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലത്തെ ഓരോ സെല്ലുകളിലേക്കും ഈ വെയിൻ പോകുന്നുണ്ട്. അപ്പോൾ സെല്ലുകൾ എന്ന് പറയുന്നത് എന്ത് ചെറുതാ നമുക്ക് ശരിക്കും ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ സെല്ലുകളിലേക്കൊക്കെ ഈ എനർജിയും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ള വെയിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലത്തെ വെയിനുകളൊക്കെ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് വരുന്നത്. അതായത് ഏകദേശം 60,000 മൈൽസ് ഉണ്ടെന്നാണ് നമ്മുടെ ഗൂഗിൾ ഏട്ടൻ പറയുന്നത്. ഞാൻ ഏകദേശം 1 വർഷമായിട്ട് സയൻസ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും നമ്മുടെ നമ്മുടെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ പാർട്സ് എന്തൊക്കെയാണെന്ന് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. അത് പറയാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഇതൊക്കെ വളരെ ഗ്രാൻഡ് ആയിട്ട് എടുക്കുമെങ്കിലും നമ്മുടെ ഓരോ പാർട്സും അത്രയ്ക്ക് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് ഹ്യൂമൻ അല്ലെങ്കിൽ ഏതൊരു ആനിമലിന്റെ ഒരു ബോഡി എന്ന് പറയുന്നത് സെൽസും ടിഷ്യൂസും ഓർഗൻസും ഒക്കെ നിറഞ്ഞ ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇതെല്ലാം വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഹാർമണിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇത്ര സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ദേവദൂതൻ സിനിമയിലത്തെ ആ ഒരു രംഗമാണ്. പക്ഷേ ഇദ്ദേഹമാണ് നമ്മുടെ ശരീരത്തിലത്തെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ബോൺ തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം. നമ്മുടെ ശരീരത്തിലത്തെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് കൈയും കാലും എന്നുള്ള ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ശരീരത്തിലത്തെ വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും, അതായത് നമ്മുടെ ഹാർട്ട് ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, ലങ്സ് ഇതിൻ്റെ അകത്തൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിബ് കേജ്, അതായത് ഒരു സ്കെലിറ്റൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അവിടെയുണ്ട്. ഏകദേശം 206 പോണുകൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലത്തെ ആ ഒരു സ്കെലിറ്റൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്കെലിറ്റനിലേക്ക് ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മസിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലത്തെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ, അതായത് ഈ പിവറ്റ് ജോയിന്റ് ഒക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് ശരിക്കും മസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിലുള്ള ടിഷ്യൂ ആണിത്. ഇത് കോൺട്രാക്ട് ചെയ്യുമ്പോഴും എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലത്തെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ അനങ്ങുന്നത്. അതായത് ഇപ്പൊ എന്റെ കണ്ണിന്റെ ഇവിടെ ഉൾപ്പെടെ എല്ലാ സംഭവവും ഈ മസിൽസിനാണ് ശരിക്കും ഈ അനക്കങ്ങൾ സംഭവിക്കുന്നത്. അതായത് ഹാർട്ട് ഉൾപ്പെടെ, ഹാർട്ടിന്റെ വോൾസ് ഉൾപ്പെടെ എല്ലാം മസിൽസിന്റെ കളിയാണ്. ഈ മസിൽസിനോടൊപ്പം കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ ഈ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് നമ്മുടെ ശരീരത്തിലത്തെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഹാർട്ടായിരിക്കും ഈ പറയുന്ന ബ്ലഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലത്തെ എല്ലാ പാർട്സിലേക്ക് എത്തിക്കുന്നതും. ഈ ബ്ലഡിലാണ് ഈ പറയുന്ന ഓക്സിജനും ന്യൂട്രിയൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം ശരിക്കും നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത്. ഹോർമോൺസ്, നമ്മുടെ ഈ പറയുന്ന വൈറ്റ് ബ്ലഡ് സെൽസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ബ്ലഡിലുണ്ട്. അപ്പൊ ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഓർഗൻസിലേക്കും എല്ലാ ഇൻഡിവിജ്വൽ സെൽസിലേക്കും ടിഷ്യൂസിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ശരിക്കും ഈ ബ്ലഡിന്റെ ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ആ ഒരു സംഭവത്തിലേക്കൊക്കെ എത്തുന്നത് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരുപാട് ഞരമ്പുകളിലൂടെയാണ്. കാഴ്ചയിൽ കാർഡിയോ വാസ്കുലർ സിസ്റ്റം പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു സംഭവമാണ് നമ്മുടെ ശരീരത്തിലത്തെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഞാനൊരു സംഭവത്തിൽ ഇങ്ങനെ എടുത്തു എന്നായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ മേത്തേക്ക് ഒരു തുള്ളി വെള്ളം വീണു എന്നായിരിക്കാം. ആ വെള്ളം വീണു എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നത് ശരിക്കും ഈ നെർവസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ സർഫസ് മുഴുവനും ഒരു തരത്തിലുള്ള സെൻസറാണ്. അതായത് എവിടെ എന്ത് തൊട്ടാലും നമുക്കത് അപ്പം തന്നെ അറിയാൻ പറ്റും. ആ ഇൻസ്റ്റന്റിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാൻ കാരണം ഈ പറയുന്ന നെർവസ് സിസ്റ്റം കാരണമാണ്. ഇത് നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ ബ്രെയിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഈ നെർവസ് സിസ്റ്റത്തിന്റെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മുടെ സ്പൈനൽ കോഡായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതായത് എൻ്റെ തലയിൽ പുറയിലുള്ള ഈ ഒരു സ്പൈനൽ കോഡായിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പൈനൽ കോഡിൽ നിന്നാണ് ഈ പറയുന്ന നെർവസ് സിസ്റ്റമൊക്കെ ഇങ്ങനെ ബ്രാഞ്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നത്. അതായത് അതിന്റെ ഓരോ ശരീരത്തിലുള്ള ഓരോ പോയിന്റ്സിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ളത്. അപ്പൊ അത് കാരണമാണ് എനിക്ക് ഈ പറയുന്ന സെൻസേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് എന്തെങ്കിലും ഒരാളെ നിന്ന് ഇടിക്കോ അല്ലെങ്കിൽ ഒരാൾ തട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ ആ ഒരു സംഭവം എനിക്ക് ഇൻസ്റ്റന്റ്ലി എന്റെ തലയിലേക്ക് കിട്ടുന്നത് ഈ പറയുന്ന നെർവസ് സിസ്റ്റം കാരണമാണ്. അപ്പൊ സ്കെലിറ്റൽ സിസ്റ്റമായി, മസിൽ സിസ്റ്റമായി, കാർഡിയോ വാസ്കുലർ സിസ്റ്റമായി, ഇപ്പൊ നെർവസ് സിസ്റ്റമായി. അപ്പൊ ഇത് 4 കൂടി ചേരുമ്പോഴാണ് ശരിക്കും നമ്മുടെ മനുഷ്യ ശരീരം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇപ്പൊ പുറത്തുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ ഈ 4 ശരീരമാണ് നമ്മുടെ ശരീരത്തിന്റെ ഒരു മേജർ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പൊ ഒരു വീട് പണിത് വെക്കൂലേ, ആ വീടിന്റെ അകത്ത് ഒരുപാട് പ്ലംബിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വിചാരിക്കാം.
ഓക്കെ, അപ്പൊ അതിനൊക്കെയാണ് നമ്മുടെ വീടിന്റെ ഞരമ്പ് എന്നൊക്കെ പറയുന്നത്. അതായത് വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വെള്ളവും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് ഈ പ്ലംബിങ്ങിലൂടെയാണ്. ഈ വീടിന്റെ ആ ഒരു ബാക്ക് ബോൺ, ആ ഒരു സ്ട്രക്ചർ ഒക്കെയാണ്, അതായത് ഇതിന്റെ അകത്തുള്ള സിമെന്റും കമ്പിയൊക്കെയാണ് ശരിക്കും നമ്മുടെ ഈ സ്കെൽറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്തുള്ള മസിൽസ് എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. അപ്പൊ അതൊക്കെയാണ് ശരിക്കും ഈ പറയുന്ന ഒരു മനുഷ്യ ശരീരത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ 4 സംഭവങ്ങൾ കൂടി ചേരുമ്പോഴോ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതിന് വർക്ക് ചെയ്യണ്ടേ. വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. അപ്പോൾ ഈ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. അതായത് ഇപ്പൊ ഞാൻ ശ്വാസം ഇങ്ങനെ വലിക്കുന്നില്ലേ, അതുകൊണ്ട് ഇങ്ങനെ വിടുന്നില്ലേ, അതിന് വെറുതെ ഇങ്ങനെ എയർ വിട്ട് കളിക്കുകയെന്നല്ല, നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലത്തെ ബ്ലഡിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ലങ്സ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. നമ്മൾ ഇനി ഇൻഹെയിൽ ചെയ്യില്ലേ, അപ്പൊ നമ്മുടെ ലങ്സ് ഇങ്ങനെ നിറയും. അതായത് നമ്മുടെ ലങ്സിന്റെ അകത്ത് ഒരുപാട് സൂക്ഷ്മമായിട്ടുള്ള ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ച് പോലത്തെ ഒരു സംഭവങ്ങളുണ്ട്. ഇതിന്റെ അറ്റത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഞരമ്പുകൾ ഇങ്ങനെ ചുറ്റിട്ടുണ്ട്. അത് വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മൾ ഈ ഇൻഹെയിൽ ചെയ്യുന്ന ഓക്സിജൻ ഈ ബ്ലഡ് സ്ട്രീമിലേക്ക് വളരെ ഈസിലി അബ്സോർബ് ചെയ്യപ്പെടും. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ശരിക്കും ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക്, അതായത് നമ്മുടെ ബ്ലഡിലേക്ക് ഇങ്ങനെ കലരുന്നത്, അതായത് ഡിസോൾവ് ആവുന്നത്. നമ്മുടെ ശരീരം വർക്ക് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ മാത്രമല്ല വേണ്ടത്, പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, ഫാറ്റ് വേണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കില്ലേ, അതിൽ നിന്നാണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണം എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ആവശ്യമുള്ള പ്രോട്ടീൻസും മിനറൽസും കാര്യങ്ങളൊക്കെ ബോഡിയിലെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യിക്കുക. എന്നിട്ട് ആ സംഭവങ്ങൾ നമ്മുടെ ശരീരത്തിലത്തെ ഓരോ പാർട്സിലേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യിക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവത്തിലൂടെ നമ്മുടെ ശരീരം മുഴുവനും സൂക്ഷ്മമായിട്ടുള്ള ഓരോ സെല്ലിലേക്കും ഈ പറയുന്ന എനർജിയും കാര്യങ്ങളൊക്കെ എത്തിക്കുക. അതാണ് ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഈ ഞരമ്പുകളിലൂടെ നമ്മുടെ ശരീരം മുഴുവനും ഈ പറയുന്ന ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള സിസ്റ്റത്തിനൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആവട്ടെ, നമ്മുടെ കോൺഷ്യസ്നെസ് ആവട്ടെ, നമ്മുടെ ബ്രെയിൻ ആവട്ടെ, എല്ലാ സംഭവങ്ങളും വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ എടുക്കുന്ന ഈ ഒരു എനർജി ഉപയോഗിച്ചിട്ടാണ്. ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഫാറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു സംഭവമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മസിൽസും കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്യാനും റിപ്പയർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു മാക്രോ ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീന്റെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇത് നാച്ചുറലി ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് വളരെ ചെറിയൊരു അളവിൽ മാത്രമായിരിക്കും ഈ ഭക്ഷണത്തിൽ ഉണ്ടാവുക. അത് മാത്രമല്ല, ഇതിന്റെ അബ്സോർപ്ഷൻ റേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് നമ്മുടെ ശരീരം അതിനെ സ്വീകരിക്കണമല്ലോ, അത് അബ്സോർബ് ചെയ്തെടുക്കണമല്ലോ ഈ പ്രോട്ടീൻ. അതായത് ഈ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള ഈ ഒരു പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിലത്തെ ഈ മസിൽസും കാര്യങ്ങൾക്കൊക്കെ അത് ലഭിക്കുകയുള്ളൂ. അത് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ മസിൽസും കാര്യങ്ങളൊക്കെ ഗ്രോ ചെയ്യുള്ളൂ. അപ്പൊ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോട്ടീന്റെ സപ്ലിമെന്റ് ആണത്. നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഒരു മിത്ത് ഉണ്ട്. അതായത് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് വളരെ ശരീരത്തിൽ വളരെ ദോഷമുള്ള ഒരു സംഭവമാണ്. അത് ഒരിക്കലും നമ്മൾ മേടിച്ച് കഴിക്കരുത്, ജിമ്മിൽ പോകുന്നവർ കഴിക്കരുതെന്നൊക്കെ അതെന്നൊക്കെ പറയുന്നത്. നമ്മളിങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറ്റമിൻ്റെ ഒരു കുറവുണ്ടാവില്ലേ, അപ്പൊ നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് മേടിച്ച് കഴിക്കില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ സപ്ലിമെന്റ് ആണ്. ഓക്കെ, അതുപോലെ സിങ്കോവിറ്റ എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സപ്ലിമെന്റ്സ് ആണ്. നമ്മൾ ഒരുപാട് പിള്ളേർക്കൊക്കെ വാങ്ങിച്ച് കൊടുക്കാറുള്ള ഒരു സംഭവമാണ്. ഏകദേശം അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. അതായത് ഈ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് വളരെ എഫക്റ്റീവ്ലി അബ്സോർബ് ചെയ്യുകയും അത് ഇൻ റിട്ടേൺ നമ്മുടെ ശരീരം ഗ്രോ ചെയ്യാൻ, അത് മസിൽസ് ബിൽഡ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിനെ സപ്ലിമെന്റ് എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ഇത് വേറെ സംഭവങ്ങളൊന്നുമല്ല. മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള പ്രോട്ടീൻസ് ആണുള്ളത്. പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട്, അതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത്. അത് നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ആണ്. അത് മാത്രമല്ല ഡയറി പ്രൊഡക്ട്സിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ ആണ്, അതിനെ നമ്മൾ വെയ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെയ് പ്രോട്ടീന് അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് എല്ലാവർക്കും പിടിക്കില്ല. അതായത് ഡയറി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും അത് പിടിക്കില്ല. അതായത് പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അത്രയ്ക്ക് ഇല്ലെങ്കിലും എന്റെ അനിയൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ബ്രാൻഡാണ് ഫാസ്റ്റ് ആൻഡ് അപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. അപ്പൊ ഇത് വെറൊരു പ്രൊമോഷൻ മാത്രമല്ല, ഞങ്ങൾ ഈ ഒരു ബ്രാൻഡ് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്നെ കൂടെ നിർബന്ധിച്ച് ഇങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങി. ഒരുപാട് നാളായിട്ട് ഞാൻ ഈ പറയുന്ന പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് അറിയോ? അത് ഞാൻ വെറുതെ പറയുന്നതെന്നല്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഇതിന്റെ ഒരു ഫ്ലേവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ആണ് ഇതിനകത്തുള്ളത്. ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ചോക്ലേറ്റിന്റെ ഫ്ലേവർ ആണ്. അപ്പോ
സീരിയസ്ലി പറയുകയാണെങ്കിൽ ഈ സംഭവം ഒരു ജനറിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ പോലെ അല്ല, വളരെ ഒരു മിൽക്ക് ഷേക്ക് കുടിക്കുന്ന അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിൽ തന്നെയാണ് ഞാനും എൻ്റെ അനിയനും സ്റ്റിക്ക് ഓൺ ചെയ്തേക്കുന്നത്. അങ്ങനെ വളരെ ആദർശികമായിട്ടാണ് ഫാസ്റ്റ് ആൻഡ് അപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി നമ്മളായിട്ട് ഇങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്, ഒരു കൊളാബറേഷൻ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്, എൻ്റെ അനിയന് സാറ്റിസ്ഫൈഡ് ആണ്, നല്ല അടിപൊളി സാധനമാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡർ ബ്രാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കൺസിഡർ ചെയ്യാം. ഇതൊരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും വരാനില്ല. ഡയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനേ അല്ല, ഇത് 100% ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം മാത്രമാണ്. അതുമാത്രമല്ല, ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ അഭിപ്രായം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് 10% ഓഫ് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ മുറിഞ്ഞു എന്ന് വിചാരിക്കാം. കുറച്ചു നേരം കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വൂണ്ടിന്റെ ആഴം അനുസരിച്ച് അതിന്റെ ബ്ലഡ് അത്രയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു വെള്ളം പോലത്തെ ഒരു സാധനം വന്നിങ്ങനെ മൂടനെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഒരു മാജിക്കൽ ഹീലിംഗ് പ്രോസസ് പോലെ എന്തൊരു സംഭവം ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലത്തെ ഒരു തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ആണിത്. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനോടൊപ്പം തന്നെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്നുള്ള സംഭവമുണ്ട്, WRC എന്നുള്ള സംഭവമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എവിടെയെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെന്ന് വിചാരിച്ചാൽ, ഇന്റേണലി ആയിക്കോട്ടെ എക്സ്റ്റേണലി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഡാമേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, ഈ വൈറ്റ് ബ്ലഡ് സെൽസ് ആയിരിക്കും ഈ ഒരു സംഭവത്തിന് എതിരെ ഇങ്ങനെ പ്രവർത്തിക്കുക. ഓക്കെ, അതായത് നമ്മുടെ ശരീരത്തിലത്തെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഞാൻ ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സും വൈറ്റ് ബ്ലഡ് സെൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഈ പറയുന്ന ഒരു ഇൻഫെക്ഷനോ എവിടെയാണ് ഈ ഡാമേജ് ഉള്ളതെന്ന് അറിയുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതിന്റെ പേര് ലിംഫ് നോഡ്സ് എന്നാണ്. അതായത് ഇതൊരു തരത്തിലുള്ള ചാനൽസ് ആണ്. ഈ ഒരു നെറ്റ്വർക്കിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ അവിടേക്ക് അത്യാവശ്യം വേണ്ട WBCയും ഈ പറയുന്ന പ്ലേറ്റ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ എത്തിക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ശരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലത്തെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏലിയനൊക്കെ പറഞ്ഞ് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആ ഒരു സംഭവമാണ് ശരിക്കും നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു കോർഡിനേഷനിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ ഈ ശരീരം വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ടാണ് എൻ്റെ മുഖിനും വേർതിരിക്കുന്നത് കണ്ടില്ലേ, അതൊക്കെ എൻ്റെ ബോഡിയിലുള്ള ഒരു റെസ്പോൺസ് ആണ്. ചൂടത്ത് നമ്മൾ വേർക്കുന്നുണ്ട്, പക്ഷെ തണുപ്പത്ത് നമ്മൾ വേർക്കുന്നില്ല. അതെന്താന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ വേർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സയൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇങ്ങനെ വേർതിരിക്കുന്നത്, സയൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് വരില്ലേ, അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ തണുപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു വെള്ളമാണ് ഈ വേർപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സ്വെറ്റ് ഗ്ലാൻസിൻ്റെ അകത്തുനിന്ന് ഈ വേർപ്പ് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ പടരുമ്പോൾ അതൊരു തരത്തിലുള്ള ഒരു തണുപ്പ്, ഒരു കൂളിംഗ് ഉണ്ടാക്കും. എൻ്റെ ബോഡീനെ കൂൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. അപ്പോൾ ഇതൊക്കെ നല്ല പ്രോപ്പർ ഹാർമണിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ ഘടകങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മുടെ എല്ലാവരുടെയും ശരീരം എന്ന് പറയുന്നത് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ മര്യാദക്ക് സൂക്ഷിച്ച് കൊണ്ട് നടന്നാൽ നമുക്ക് ഈ ശരീരം കൊണ്ട് ഒരുപാട് നാളിങ്ങനെ കൊണ്ടുപോകാം, ഒരുപാട് നാൾ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഡോക്ടർമാരും ഒരുപാട് ആരോഗ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക, കറക്റ്റായിട്ട് ഉറങ്ങുക. ഇപ്പോൾ ഞാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നല്ല, പക്ഷെ ഒരു വീഡിയോയിലൂടെ ഞാനതിങ്ങനെ പറയുകയാണ്. ഫിസിക്സ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അടുത്ത് ഇഷ്ടമുള്ളത് ബയോളജിയാണ്. അപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടാണ് നമ്മുടെ ശരീരത്തിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തത്. കുറച്ച് ലേറ്റ് ആയി പോകുമെന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.